ട്രിക്കുകൾ കൊണ്ടുവരാനുള്ള ഒരു തത്രപ്പാടിലാണ് ഞാൻ. കുറേ ഈസി ട്രിക്സ് കൊണ്ടുവരാം, കുറച്ചുകൂടെ ഓർത്ത് നിൽക്കാൻ പറ്റുന്ന ട്രിക്സ് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പൊ ക്ലോസ് ടെസ്റ്റ് ഈസി ആയിട്ട് ചെയ്യാൻ 2 ട്രിക്ക് ഉണ്ട്, പ്ലസ് ഒരു സീക്രട്ട് 3rd റൂളും ഉണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിലോ. യെസ്, 2 സിമ്പിൾ റൂൾസ് അല്ലെങ്കിൽ 2 സിമ്പിൾ ട്രിക്കിലൂടെ നമുക്ക് ക്ലോസ് ടെസ്റ്റ് നന്നായി ചെയ്യാൻ പറ്റും. ഒരു സീക്രട്ട് 3rd റൂളിലൂടെ നമുക്ക് ക്ലോസ് ടെസ്റ്റ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ആ സീക്രട്ട് 3rd റൂൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, വരാൻ പോകുന്ന അടുത്ത വീഡിയോയിലേക്കും പറയാം. പക്ഷെ 2 റൂള് ഇപ്പൊ പറഞ്ഞുതരാം. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഈസ് കിങ്. ഡോണ്ട് ഗസ് ദ ആൻസർ വേർഡ് ബൈ വേർഡ്. വേർഡ് ബൈ വേർഡ് ഓപ്ഷൻ എടുത്ത് നോക്കി കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാൻ നിൽക്കാതെ കോണ്ടെക്സ്റ്റ് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് റീഡ് 2 lines before and after the blank. Look at the overall meaning of the sentence. Is it positive, negative, about success, failure, future or the past? ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, സക്സസ് ആണോ, ഫെയിലിയർ ആണോ, ഫ്യൂച്ചർ ആണോ, പാസ്റ്റ് ആണോ, എന്താണ് സെന്റൻസ് ഉദ്ദേശിക്കുന്നത് ആദ്യം മനസ്സിലാക്കാം. ഇനി the manager was so impressed with her work that he decided to dash her. അപ്പോൾ ഇംപ്രസ്ഡ് എന്നൊരു വാക്ക് ഇവിടെ ഉണ്ട് അല്ലെ. ഇംപ്രസ്ഡ് എന്ന് വെച്ചാൽ ഹി വാസ് ഹാപ്പി, ഹിസ് ഓക്കെ വിത്ത് ഹർ പെർഫോമൻസ്. നല്ല രീതിയിലാണ്. അപ്പം ഒരിക്കലും അങ്ങനെയുള്ള ഒരാളെ ജോലി ഒന്നും പറഞ്ഞു വിടത്തില്ല. ജോലിയിൽ തന്നെ നിർത്തി എന്തെങ്കിലും പ്രൊമോഷനോ മറ്റും കൊടുക്കുകയായിരിക്കും ചെയ്യാൻ. നമുക്ക് ഗസ് ചെയ്യാം. ഇഗ്നോർ, പണിഷ്, പ്രൊമോട്ട്, ട്രാൻസ്ഫർ. അപ്പോൾ ഇഗ്നോറും പണിഷും ട്രാൻസ്ഫറും കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് മൂന്നും ജോലി നന്നായിട്ട് ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്നതാണ്. സോ പ്രൊമോട്ട് എന്നതാണ് ഇവിടുത്തെ ആൻസർ. നമുക്ക് ഗസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇംപ്രസ്ഡ് എന്ന വാക്ക് നോക്കി പോസിറ്റീവ് ക്ലൂയിലൂടെ നമുക്ക് റൈറ്റ് വേർഡ് പ്രൊമോട്ട് ആണെന്ന് എത്തിച്ചേരാനായിട്ട് സാധിച്ചു അല്ലെ. എപ്പോഴും പാസേജ് മുഴുവൻ വായിക്കുന്നതിന്റെ കൂടുതൽ സെന്റൻസ് വായിച്ചു സെന്റൻസിന്റെ കോണ്ടെക്സ്റ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വാക്ക് കിട്ടും. ഇത് നോക്കാം. പ്രോ ടിപ്പ്: ഓൾവേസ് ഫൈൻഡ് ദ ഇമോഷണൽ ടോൺ. ഈസ് ഇറ്റ് ഹാപ്പി, ആംഗ്രി, ഫോർമൽ, എക്സെട്ര. ദാറ്റ് നാരോസ് ഡൗൺ ദ ചോയ്സ്. എപ്പോഴും ഇമോഷണൽ ആണോ, ഹാപ്പി ആണോ, ഇനി ക്രിട്ടിക്കൽ ആണോ, എങ്ങനെയാണ് നമ്മുടെ സെന്റൻസിന്റെ ഒരു ടോൺ പോകുന്നതെന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഉറപ്പായിട്ടും ക്ലോസ് ടെസ്റ്റിന്റെ ആൻസർ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് റൂൾ നമ്പർ 1 എങ്കിൽ റൂൾ നമ്പർ 2 ഗ്രാമർ ഗൈഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഗ്രാമർ ഗ്ലൂ യൂസ് ചെയ്യുക. ഗ്രാമർ ഗീവ്സ് യു ഹിഡൻ ക്ലൂസ് അബൌട്ട് മിസ്സിംഗ് വേർഡ്സ്. അതായത് പാർട്സ് ഓഫ് സ്പീച്ച്, ഇസ് ഇറ്റ് വെർബ്, നൗൺ, എന്തൊക്കെ നമുക്ക് ഗ്രാമർ ക്ലൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാക്കുകളെ ഗ്രാമാറ്റിക്കൽ എലമെന്റ് എന്ന രീതിയിൽ കാണാൻ പറ്റും. മറ്റു സിനിമയിലൊക്കെ വിജയ് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ബ്ലൂ പ്രിന്റ് കാണുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ സെന്റൻസിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ സെന്റൻസിന്റെ ഗ്രാമാറ്റിക്കൽ എലമെന്റ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ആർട്ടിക്കിൾസ് എ ആൻഡ് ദ ആർ ഫോളോഡ് ബൈ നൗൺസ്. ആർട്ടിക്കിൾ എപ്പോഴും നൗണിനെ ഫോളോ ചെയ്തായിട്ടും ഉണ്ടാക്കിയത്. ആർട്ടിക്കിൾ ആദ്യം then noun. ഇനി ടു ആണെങ്കിൽ അതിനുശേഷം വേർബ് ആയിരിക്കും. ടു റൺ, ടു റൈറ്റ് എന്നൊക്കെ നമ്മൾ കാണാറില്ലേ. ഇനി അഡ്ജക്റ്റീവ് ആണെങ്കിലോ അവർ നൗണിനെ ആയിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എ ഹാപ്പി ചൈൽഡ്. കണ്ടോ, അഡ്ജക്റ്റീവ് നൗണും. സോ ഷീ വാസ് നോൺ ഫോർ ഹർ നേച്ചർ. അവളുടെ നേച്ചർ ഇവിടെ ഈ ഹെറും നേച്ചറും വന്നിട്ടുണ്ട്. ദ ബ്ലാങ്ക് കംസ് ബിഫോർ നേച്ചർ ആണ്. നേച്ചർ ഒരു നൗൺ ആണ്. സോ നേച്ചറിന് മുന്നേ വരുന്ന ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കണം. കൈൻഡ്നെസ്, കൈൻഡ്ലി, കൈൻഡ്, കൈൻഡർ. ഏത് കൊടുക്കും? കൈൻഡ്നെസ്സും കൈൻഡും കൈൻഡറും ഉണ്ട്. ദ ആൻസർ ഷുഡ് ബി വാട്ട്. ഇവിടെ നമുക്ക് ഒറ്റ ആൻസറെ കൈൻഡ് എന്ന് മാത്രമേ എടുക്കാൻ പറ്റൂ, കാരണം കൈൻഡ് ആണ് ഇവിടുത്തെ കറക്റ്റ് അഡ്ജക്റ്റീവ്. ഇനി ലുക്കിംഗ് ഫോർ ഹെൽപ്പിംഗ് വേർബ്സ്, കൺജക്ഷൻസ് ആൻഡ് സെന്റൻസ് കണക്ടേഴ്സ്, ദേ സിഗ്നൽ വാട്ട് ഓഫ് ദ വേർഡ് ഇസ് നീഡഡ്. എപ്പോഴും നിങ്ങൾ ഇങ്ങനെയുള്ള കാണുന്ന സെന്റൻസുകളിൽ വെർബുകളെ, ഹെൽപ്പിംഗ് വെർബുകളെ ശ്രദ്ധിക്കുക, കൺജക്ഷൻസ് ശ്രദ്ധിക്കുക, ആൻഡ് സെന്റൻസ് കണക്ടേഴ്സിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേഗത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ 2 സിമ്പിൾ റൂൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പഠിപ്പിച്ചു തന്നില്ലേ? ഇതുപോലെ തന്നെ ഒരു സീക്രട്ട് 3rd റൂൾ കൂടെ ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ആ ഒരു റൂള് പറഞ്ഞ് അതിന് 2 പ്രാക്ടീസ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പൊ നിർത്തി പോവണ്ട. ഇതിന്റെ കൂടെ നമുക്ക് ഒരു ക്ലോസ് ടെസ്റ്റ് റൂളൂടെ, നമുക്ക് 2 റൂളും കൂടെ ചേർത്ത് ഒരു ക്ലോസ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യാം. Despite facing many dash, the athlete remained dash and finally achieved her dream. Challenges, blessing, comforts. അതായത് ഇത് ഫസ്റ്റ് കോളത്തിന് വേണ്ടിയുള്ളതും ഇത് സെക്കൻഡ് കോളത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡിസ്കറേജ്, ഹോപ്പ്ഫുൾ ആൻഡ് കൺഫ്യൂഷൻ. നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് കോളത്തില് ഫേസിങ് മെനി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് സൗണ്ട്സ് നെഗറ്റീവ്. അതൊരു നെഗറ്റീവ് ഒരു സെക്ഷൻ ആണ്, നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കൊടുക്കാം? നെഗറ്റീവ് ആണെങ്കിൽ ബ്ലെസ്സിങ്ങും കംഫർട്ടും കൊടുക്കാൻ പറ്റില്ല, ചാലഞ്ചേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. 2 വാക്കുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്തു. രണ്ടാമത് ബ്ലാങ്ക് നോക്കുകയാണെങ്കിലോ, റിമൈൻഡ്, ഡാഷ് ആൻഡ് ഫൈനലി അച്ചീവ്ഡ്. ഇവിടെ നമുക്ക് പോസിറ്റീവ് ടോൺ ആണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഡിസ്കറേജും കൺഫ്യൂസും കൊടുക്കാൻ പറ്റില്ല, ഹോപ്പ്ഫുൾ. സോ ദ ആൻസർ ഇസ് എ ആൻഡ് ബി. 1 A, 2 B. കണ്ടോ, എപ്പോഴും കോണ്ടെക്സ്റ്റ് ശ്രദ്ധിക്കുക. കോണ്ടെക്സ്റ്റ് ശ്രദ്ധിച്ചിട്ട് സെന്റൻസിനകത്തുള്ള ആൾക്കാരെ തന്നെ പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, ഹാപ്പി ആണോ, ഫ്യൂച്ചർ ആണോ, പാസ്റ്റ് ആണോ, ആംഗ്രി ആണോ, ക്രിട്ടിക്കൽ ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഉറപ്പായിട്ടും ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലോസ് ടെസ്റ്റ് അത്രയും സിമ്പിൾ ആണ്. പാനിക്കായി കോംപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുക. സിമ്പിൾ ആയി ചിന്തിച്ച് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇതിനേക്കാളും സൂപ്പർ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് റെഗുലർ ആയി, ഇപ്പൊ നിങ്ങൾക്ക് ബാങ്ക് എക്സാമിനെ കുറിച്ച് അറിയില്ല, ഇങ്ങനെയൊക്കെ ബാങ്ക് എക്സാമിന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ട്രിക്സും ടിപ്സും റൂൾസും വെച്ച് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ പുതിയ റെഗുലർ ബാച്ചായ RRB PO ക്ലർക്കിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തോന്നും RRB PO ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണോ ഇതെന്ന്? അല്ല, ഈ ബാച്ചിന്റെ പേര് ഇങ്ങനെയാണെങ്കിലും വരാൻ പോകുന്ന എക്സാം അതായതുകൊണ്ടാണ് ആ പേര് വന്നത്. പക്ഷെ ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാംസും ഈ ഒരൊറ്റ റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. കാരണം സിലബസ് എല്ലായിടത്തും സെയിം ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾ ഓൾറെഡി പഠിച്ച് നല്ലോണം പോളിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്താൽ മതിയെങ്കിൽ
നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ബാങ്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് ഒന്നുകൂടെ ഉരച്ച് മിനുക്കിയെടുത്ത് അത്യാവശ്യം നന്നായി പ്രാക്ടീസ് ചെയ്ത് വളരെയധികം കോൺഫിഡൻസോടെ പരീക്ഷയ്ക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ആൻഡ് ദെൻ ഇനി ഓഫ്ലൈനിൽ പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ നമ്മുടെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ ഇപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് റണ്ണിംഗ് ആണ്. അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ അഡ്മിഷനെ കുറിച്ചും ബാച്ച് ഡീറ്റെയിൽസിനെ കുറിച്ചും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഉറപ്പായിട്ടും കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുക. ഇവിടെ നിങ്ങളെ കോൾ ചെയ്ത് ഞങ്ങളുടെ ടീം നിങ്ങളെ എല്ലാ സംശയങ്ങളും ഉറപ്പായിട്ടും ശരിയാക്കി തരുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളെ പ്രതീക്ഷിച്ച് ഞങ്ങളിവിടെ ഇരിപ്പുണ്ട്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പുമായിട്ട് ഞങ്ങൾ ആദ്യഘട്ടം തൃശ്ശൂരിലേക്ക് വരാണ് മെയ് 12-ാം തീയതി. ഇതിനു മുന്നേ ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും കുട്ടികളുടെ അടുത്തേക്ക് എത്തി ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് കൊടുക്കണമെന്ന്. അതിന്റെ ഫസ്റ്റ് പാർട്ട് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഉറപ്പായിട്ടും കേരളത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക് വരുന്നതായിരിക്കും. എവിടെയൊക്കെ വരണം എന്നുള്ളത് താഴെ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. ഇനി ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ ഉറപ്പായിട്ടും എൻ്റെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഉറപ്പായിട്ടും നമുക്ക് അവിടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും കൂടുതൽ പഠിക്കാനും സാധിക്കും. ഇനി നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അടുത്തൊരു 3rd റൂൾ ട്രിക്ക് പറഞ്ഞില്ലേ, അതുമായിട്ട് നെക്സ്റ്റ് വീഡിയോ എടുക്കണം. ബൈ.